ഹായ് ഗൈസ്, എൻ്റെ 90 ഡേയ്സ് ഓഫ് കാലിസ്തനിക്സ് എൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഇന്നലത്തേക്കാളും ബെറ്ററായിട്ട് ഇന്ന് ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റി, കുറച്ച് നേരം ഹോൾഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നത്തെ പോലെ ആദ്യം ആംപൊക്കെ കഴിഞ്ഞ് കുറച്ച് പുഷപ്പ് പൈക്ക് പുഷപ്പൊക്കെ അടിച്ച് ഹാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു പ്രാക്ടീസ് ഇന്നും. അപ്പോൾ എനിക്ക് അറിയത്തില്ല എന്താകുമെന്ന്. എന്തായാലും 90 ഡേയ്സ് ഞാൻ ചെയ്യും. പിന്നെ എനിക്കൊരു ബിഗിനറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഷോൾഡർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തിട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് നമ്മൾ ഷോൾഡറിലാണ് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് ഷോൾഡർ സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമുക്ക് ഫ്രാക്ചറോ ഡിസ്ലൊക്കേഷനോ ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ പൈപ്പ് പുഷപ്പ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഷോൾഡർ സ്ട്രെങ്ത് ബിൽഡ് ആവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കോർ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാലിസ്തനിക്സ്. കോർ സ്ട്രെങ്ത് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സിക്സ് പാക്ക് എന്ന് പറയുന്നത് അല്ല കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, രണ്ടും രണ്ടാണ്. നമ്മൾ കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ മാക്സിമം കോർ സ്ട്രെങ്തിൻ്റെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം പ്രോപ്പോസിൽ ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കി. ഇന്നെന്താ പ്രോപ്പോസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നോ പാടെ നേരെ താഴോട്ടങ്ങ് പോകും. അത് ഇനി നേരെ ഹാൻഡ് സ്റ്റാൻഡിലോട്ട് വയ്ക്കും. ഹാൻഡ് സ്റ്റാൻഡ് കുറേ നേരം ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ച് പറ്റിയില്ല. ബാലൻസ് ഇട്ടുകൊണ്ട് നേരെ താഴോട്ട് വരുമായിരുന്നു. അങ്ങനെ കുറേ നേരം ചെയ്ത് അറ്റ് ലാസ്റ്റ് ഒരു പോയിന്റിലെത്തിയപ്പം ഹോൾഡ് ചെയ്യാൻ പറ്റി. കുറച്ച് നേരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഒരു 2-3 സെക്കൻഡ്. അത് കഴിഞ്ഞ് ബാലൻസ് കിട്ടാണ്ട് നേരെ താഴോട്ടേക്ക് പോകുന്നു. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പം ഹാൻഡ് സ്റ്റാൻഡ് കുറച്ച് നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നതല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.